നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ വളാഞ്ചേരി കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് ഡിസംബർ 5 വിശ്വാസികൾക്കായി തുറന്നു നൽകും. 1907 സ്ഥാപിതമായ ഒരു നൂറ്റാണ്ടിലധികം ചരിത്രവും മഹിമയും പാരമ്പര്യവുമുള്ളതാണ് കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ്. 1917 പള്ളിയുടെ പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുകയായിരുന്നു. 80കളിൽ പള്ളി വിപുലീകരിച്ച് തുറന്നു നൽകുകയും ചെയ്തു. കാലപ്പഴക്കത്താലും സ്ഥല സൗകര്യത്തിന്റെ അപര്യാപ്തതയും കാരണം പള്ളി പുനർനിർമ്മിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തുടക്കമിട്ടത്. 2019 മഹല്ല് ഖാദിയായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആദ്യ സംഭാവന സ്വീകരിച്ച് 2020 സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തറക്കല്ലിടുകയായിരുന്നു. തുടർന്ന് 2021 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരാണ് കട്ടിളവയ്ക്കൽ കർമ്മം നിർവഹിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മഹല്ലിന് അകത്തും പുറത്തുമുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടെയാണ് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏറ്റവും മനോഹരമായും കൂടുതൽ സൗകര്യത്തോടെയുമാണ് പള്ളിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. 1400-ലധികം കുടുംബങ്ങൾക്ക് അംഗത്വമുള്ള മഹല്ല് നിവാസികൾക്കും യാത്രക്കാർക്കും കച്ചവടക്കാർക്കും വിദ്യാർത്ഥികൾക്കും നിസ്കരിക്കാനാകുന്ന സൗകര്യമാണ് പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 2500 പേർക്കാണ് പള്ളിയിൽ നിസ്കരിക്കാനാവുക. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വരുന്ന വ്യാഴാഴ്ച 5-ാം തീയതി 3 മണിക്ക് ശേഷം അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി മുസ്ലിം കൈരളിയുടെ നായകൻ നമ്മുടെ പ്രിയപ്പെട്ട ഖാദി സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. 1400-ൽ പരം കുടുംബങ്ങൾ അധിവസിക്കുന്ന കോട്ടപ്പുറം മഹല്ല് മുസ്ലിം ജമാഅത്ത് 15 വാർഡുകളിലായിട്ടുള്ള കുടുംബങ്ങളുടെ ഒരേ ഒരു ജുമാ മസ്ജിദ് സംവിധാനമാണ് നമ്മുടെ മഹല്ലിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. പട്ടാമ്പി വളാഞ്ചേരി ഹൈവേയുടെ ഓരത്ത് വളരെ ഭംഗിയോടും സൗകര്യത്തോടും കൂടി ഇത്രയും മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ ഫണ്ട് മുഴുവനെന്ന് പറഞ്ഞാൽ 90-95% ഫണ്ടും ഈ മഹല്ലിൽ നിന്ന് മാത്രം കിട്ടിയതാണ് എന്നുള്ളത് ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ നൂറ്റാണ്ടിൽ അടുത്ത നൂറ്റാണ്ടിലേക്കും ഇൻഷാ അല്ലാഹ് വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്ക് സൗകര്യമൊരുക്കുന്ന രൂപത്തിലാണ് മഹല്ല് കമ്മിറ്റിയും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ മനോഹരമായ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്കും തുടർന്ന് നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ദിവസവും വരുന്ന ആളുകൾക്കുള്ള ചായയും പലഹാരവും ഭക്ഷണങ്ങളൊക്കെ മഹല്ല് കമ്മിറ്റിയിലെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 5 വ്യാഴാഴ്ച വൈകിട്ടോടെ മഹല്ല് ഖാദി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു നൽകും. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് TP അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA മുഖ്യാതിഥിയാകും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ട്രഷറർ കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ നസീഹത്തിന് നേതൃത്വം നൽകും. ഓണംപള്ളി മുഹമ്മദ് ഫൈസി, മുനീർ ഹുദവി വിളയിൽ, ഖലീൽ ഹുദവി കാസർഗോഡ് എന്നിവർ മതപ്രഭാഷണങ്ങൾ നടത്തും. സദാത്യങ്ങളും പണ്ഡിതന്മാരും മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ BVoc ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. NIPMS അക്കാഡമി, നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഫോർ അഡ്മിഷൻ 9995708048.